ചങ്ങരംകുളം മുക്കുതല ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് അഭിമാനം. തിരുവനന്തപുരം ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിൽ ആഗസ്റ്റ് 16 മുതൽ 19 വരെ നടന്ന കേരള സംസ്ഥാന ജൂനിയർ അത്ലറ്റിക് മീറ്റിൽ മുക്കുതല പി ചിത്രൻ നമ്പൂതിരിപ്പാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ നേടിയ വിജയം അഭിമാനമായി. ഡിസ്കസ് ത്രോ മത്സരത്തിൽ മുഹമ്മദ് നിദാഷ് വെള്ളി മെഡലും ജൂനിയർ ഗേൾസ് വിഭാഗത്തിൽ തുഷാര വെങ്കല മെഡലും സ്വന്തമാക്കി. 24-ൽ പരം മികച്ച മത്സരാർത്ഥികളോട് ഏറ്റുമുട്ടിയാണ് ഇരുവരും വിജയം നേടിയത്. സ്കൂളിലെ മറ്റൊരു താരമായ ശരൺ ഹൈജമ്പിൽ മത്സരിച്ചെങ്കിലും മെഡൽ നേടാനായില്ല. ഇവരെ വിജയത്തിലേക്ക് പ്രാപ്തരാക്കിയത് കായിക അധ്യാപകരായ ആഘോഷ്, കുമാരൻ എന്നിവർ നടത്തിയ കൃത്യമായ പരിശീലനവും മികച്ച പിന്തുണയും വിജയത്തിന് പിന്നിൽ ഉറച്ച കരുത്തായി. സ്കൂളിന് അഭിമാനം സമ്മാനിച്ച താരങ്ങളെ വരും ദിവസങ്ങളിൽ പ്രത്യേകമായി അനുമോദിക്കുമെന്ന് സ്കൂൾ അധികൃതർ അറിയിച്ചു. തൊഴിയൂരിലെ സമ്മിശ്ര കർഷകൻ വൈശ്യം വീട്ടിൽ റഷീദിനെ പ്രകൃതി സംരക്ഷണ സംഘം ആദരിച്ചു. പരമ്പരാഗതവും ശാസ്ത്രീയവുമായ കൃഷിരീതികൾ സംയോജിപ്പിച്ച് നടത്തുന്ന സമ്മിശ്ര കൃഷികൾ ഭാവിയിലെ ഭക്ഷ്യസുരക്ഷയ്ക്കും പ്രകൃതി സംരക്ഷണത്തിനും ഏറെ പ്രാധാന്യമുള്ളതാണെന്ന് സാമൂഹിക പ്രവർത്തകൻ കരീം പന്നിത്തളം അഭിപ്രായപ്പെട്ടു. കർഷക ദിന വാരാചരണത്തിന്റെ ഭാഗമായി പ്രകൃതി സംരക്ഷണ സംഘം കേരളം അക്വാപോണിക്സിൽ സംഘടിപ്പിച്ച സമാദരണ ചടങ്ങിൽ മികച്ച സമ്മിശ്ര കർഷകനുള്ള അവാർഡ് വൈശ്യം വീട്ടിൽ റഷീദിന് സമർപ്പിച്ച് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു. പ്രകൃതി സംരക്ഷണ സംഘം സ്റ്റേറ്റ് അഡ്മിനിസ്ട്രേറ്റർ പ്രദീപ് ചെറുവാശ്ശേരി അധ്യക്ഷത വഹിച്ചു. പ്രകൃതി സംരക്ഷണ സംഘം സ്റ്റേറ്റ് കോർഡിനേറ്റർ ഷാജി തോമസ് പദ്ധതി വിശദീകരണവും വൃക്ഷത്തൈ കൈമാറ്റവും നടത്തി. അശ്ലീല സന്ദേശ വിവാദത്തിൽ രാഹുൽ മാങ്കൂട്ടം MLA സ്ഥാനവും രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് BJP കടവല്ലൂർ പഞ്ചായത്ത് കമ്മിറ്റി പെരുമ്പിലാവ് സെന്ററിൽ പ്രതിഷേധ പ്രകടനം നടത്തി. തുടർന്ന് നടന്ന യോഗം ഈസ്റ്റ് മേഖല പ്രസിഡന്റ് സുധീഷ് ഉദ്ഘാടനം ചെയ്തു. വെസ്റ്റ് മേഖല പ്രസിഡന്റ് അംബിക അനിൽ അധ്യക്ഷത വഹിച്ചു. വെസ്റ്റ് മേഖല സെക്രട്ടറി പ്രതീഷ്, വൈസ് പ്രസിഡന്റ് TV സത്യൻ, പ്രവർത്തകരായ ശങ്കരനാരായണൻ, അനിൽകുമാർ, C മോഹനൻ, സുരേഷ്, നികേഷ്, രാജേഷ് തുടങ്ങിയവർ സംസാരിച്ചു. കർഷക ദിനത്തിൽ ക്ഷീര കർഷകരെ ആദരിച്ചു. ചങ്ങരകുളം മുക്കുതല PCN GHSS NSS യൂണിറ്റ് കാഞ്ഞൂർ ക്ഷീരോത്പാദക സഹകരണ സംഘത്തിലെ ക്ഷീര കർഷകരെ ആദരിച്ചു. കർഷക ദിനത്തോടനുബന്ധിച്ചുള്ള ചടങ്ങ് വാർഡ് മെമ്പർ സബിത വിനയകുമാർ ഉദ്ഘാടനം ചെയ്തു. പ്രിൻസിപ്പൽ CV മണികണ്ഠൻ അധ്യക്ഷനായി. ഷൺമുഖൻ PV, പ്രേമൻ കൊട്ടേപ്പാട്ട്, പ്രസാദ് കാഞ്ഞൂർ എന്നിവർ സംസാരിച്ചു. ക്ഷീര കർഷകർ അവരുടെ അനുഭവങ്ങൾ ചടങ്ങിൽ പങ്കുവച്ചു. NSS ലീഡർ അൻസിൽ സ്വാഗതവും ലെന നന്ദിയും പറഞ്ഞു. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് DYFI ചാവക്കാട് ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രകടനവും കോലം കത്തിച്ച് പ്രതിഷേധവും സംഘടിപ്പിച്ചു. DYFI ജില്ലാ വൈസ് പ്രസിഡന്റ് എറിൻ ആന്റണി ഉദ്ഘാടനം ചെയ്തു. ജില്ലാ കമ്മിറ്റി അംഗം KS അനൂപ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ ഹസൻ മുബാറക്ക്, TG രഹന, KU ജാബിർ, KS വിഷ്ണു, K പ്രജീഷ് എന്നിവർ സംസാരിച്ചു. ചാവക്കാട് തെക്കേ ബൈപ്പാസിൽ കാർ നിയന്ത്രണം വിട്ട് ഇലക്ട്രിക് പോസ്റ്റിലിടിച്ച് പാടത്തേക്ക് ചെരിഞ്ഞു. ഇന്ന് പുലർച്ചെ 4:30 സംഭവം. വയലത്തൂരിൽ നിന്ന് വരികയായിരുന്ന കാർ നിയന്ത്രണം വിട്ട് ഇലക്ട്രിക് പോസ്റ്റിലിടിച്ച് ഫുട്പാത്തിൽ കയറി പാടത്തേക്ക് താഴ്ന്നു. അപകടത്തിൽ ആർക്കും പരിക്കില്ല. കൂടാതെ ഫുട്പാത്തിലെ കൈവരിയും RD ടയേഴ്സ് സ്ഥാപനത്തിന്റെ ബാനറും മതിലും തകർത്തു. ഇരുട്ടിൽ ദിശ മനസ്സിലാക്കാൻ കഴിയാതെ നിയന്ത്രണം വിട്ടാണ് വണ്ടി പോയതെന്ന് കാറിലെ ഡ്രൈവർ പറഞ്ഞു. ഇലക്ട്രിക് പോസ്റ്റ് തകർന്നതോടെ മേഖലയിൽ വൈദ്യുതി ബന്ധം താറുമാറായി. KSEB അധികൃതർ എത്തി പുതിയ പോസ്റ്റ് സ്ഥാപിക്കുന്ന പ്രവർത്തനങ്ങൾ തുടങ്ങി. മേളപ്രമാണി ചൊവ്വലൂർ മോഹന വാര്യർക്ക് വാദ്യ കലാകാരന്മാരുടെയും ആസ്വാദകരുടെയും സാന്നിധ്യത്തിൽ വീരശൃംഖല സമ്മാനിച്ചു. തന്ത്രി ചേന്നാസ് ദിനേശൻ നമ്പൂതിരിപ്പാട് ഭദ്രദീപം കൊളുത്തി. സാമൂതിരിയുടെ പ്രതിനിധി ഗിരിധർ വർമ്മ വീരശൃംഖല അണിയിച്ചു. കഥകളി കുലപതി കലാമണ്ഡലം ഗോപി ഉദ്ഘാടനം ചെയ്തു. കോട്ടയ്ക്കൽ ആര്യവൈദ്യശാല മാനേജിംഗ് ട്രസ്റ്റി ഡോക്ടർ PM വാര്യർ അധ്യക്ഷനായി. മേളപ്രമാണിമാരായ മട്ടന്നൂർ ശങ്കരൻകുട്ടിയും പെരുവനൻ കുട്ടന്മാരും ചേർന്ന് മോഹന വാര്യർക്ക് ഉപഹാരവും നൽകി. മുതിർന്ന മേളം കലാകാരൻ കിഴക്കൂട്ട് അനിയന്മാരാർ കീർത്തിചക്രവും നാഗസ്വര വിദ്വാൻ തിരുവഴ ജയശങ്കർ കീർത്തിശങ്കും സമ്മാനിച്ചു. മമ്മിയൂർ ദേവസ്വം ചെയർമാൻ GK പ്രകാശൻ, പാർമേക്കാവ് ദേവസ്വം സെക്രട്ടറി G രാജേഷ് കുമാർ, NP വിജയകൃഷ്ണൻ, V കലാധരൻ, ജയരാജ് വാര്യർ, അന്തിക്കാട് പത്മനാഭൻ, VP ഉണ്ണികൃഷ്ണൻ, കല്ലൂർ ഉണ്ണികൃഷ്ണൻ, ഗുരുവായൂർ മുരളി തുടങ്ങിയവർ പ്രസംഗിച്ചു. രാത്രി മട്ടന്നൂർ ശങ്കരൻകുട്ടിയും മക്കളായ മട്ടന്നൂർ ശ്രീകാന്തും
മട്ടന്നൂർ ശ്രീരാജും ചേർന്ന് തായമ്പക അവതരിപ്പിച്ചു. ആഘോഷങ്ങളുടെ ഭാഗമായി ഗുരുവായൂർ ടൗൺ ഹാളിൽ പകൽ മുഴുവൻ നീണ്ട കലാപരിപാടികൾ അരങ്ങേറി. കല്ലൂർ രാമൻകുട്ടി മാരാർ, കലാമണ്ഡലം രാജൻ, കോട്ടപ്പടി സന്തോഷ് മാരാർ, ചൊവ്വലൂർ മോഹനൻ നായർ, കാക്കയൂർ അപ്പുകുട്ടൻ മാരാർ, വെള്ളിത്തിരുത്തി ഉണ്ണിനായർ, കലാമണ്ഡലം ഹരിനാരായണൻ, മച്ചാട് ഉണ്ണിനായർ, ചെമ്മന്തട്ട നാരായണൻ നായർ എന്നിവരെ ആദരിച്ചു. ചൊവ്വലൂർ ക്ഷേത്രം തന്ത്രി കീഴ്മുണ്ടയൂർ നീലകണ്ഠൻ നമ്പൂതിരി ഉദ്ഘാടനം ചെയ്തു. ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് ചെയർമാൻ KB മോഹൻദാസ് അധ്യക്ഷനായി. കൊമ്പുപറ്റ്, കുഴൽപ്പറ്റ്, കഥകളി, കച്ചേരി, കേളി, തിരുവാതിരക്കളി എന്നിവ അരങ്ങേറി. വൈകിട്ട് മഞ്ജുലാൽ പരിസരത്തു നിന്ന് പരീക്ഷവാദ്യത്തോടെ ഘോഷയാത്രയുണ്ടായി. പെരുന്നാളിന്റെയും പൂരങ്ങളുടെയും നാടായ പഴഞ്ഞിയുടെ ഗ്രാമഭംഗിയിലേക്ക് ആധുനികതയുടെ സൗന്ദര്യവുമായി മെറ്റലർ ബാങ്ക്വറ്റ് ഹാൾ. ആഘോഷങ്ങളെ മറക്കാത്ത ഓർമ്മകളാക്കാൻ എല്ലാ അത്യാധുനിക സൗകര്യങ്ങളോടെ നമ്മുടെ പ്രിയപ്പെട്ടവരോടൊപ്പം ഒത്തുചേരാൻ ആധുനികമായ ദൃശ്യ ശബ്ദ സംവിധാനങ്ങളോടെ വിശാലമായ AC ബാങ്ക്വറ്റ് ഹാൾ. വിശ്രമിക്കാനും ഒരുങ്ങുവാനും ഫീഡിംഗ് സൗകര്യങ്ങൾക്കും മറ്റുമായി സ്റ്റുഡിയോ അപ്പാർട്ട്മെന്റ് സൗകര്യം. രാത്രികളിലെ ഓപ്പൺ എയർ ആഘോഷങ്ങൾ കെങ്കേമമാക്കാൻ അതിമനോഹരമായ റൂഫ് ഗാർഡൻ, വിശാലമായ കാർ പാർക്കിംഗ്, ബാപ്റ്റിസം, ബെട്രതൽ സെറമണി, മെഹന്തി, ഹൽദി, ഇന്റിമേറ്റ് വെഡ്ഡിംഗ് ഫംഗ്ഷനുകൾ, കുടുംബസംഗമം, ബർത്ത്ഡേ പാർട്ടികൾ, ഗ്രൂം ടു ബി, ബ്രൈഡ് ടു ബി ആഘോഷങ്ങൾക്കും ബിസിനസ് മീറ്റിംഗുകൾക്കും ഏറ്റവും അനുയോജ്യം. മെറ്റലർ ബാങ്ക്വറ്റ് ഹാൾ. സെലിബ്രേറ്റ് വിത്ത് എലഗൻസ്. നമസ്കാരം, എൻ്റെ പേര് സന്ധ്യ എന്നാണ്. എൻ്റെ വീട് ചൊവ്വന്നൂരാണ്. ഞാനിപ്പോ ചൊവ്വന്നൂരിൽ നിന്നാണ് വരുന്നത്. എൻ്റെ വീടിന്റെ അടുത്തുനിന്ന് ഞാൻ താമസിക്കുന്ന വീടിന്റെ അയൽവാസികളെ എൻ്റെ ഉപദ്രവങ്ങള്, കുറച്ച് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും പറയാനാണ് ഞാനിപ്പോ ഇവിടെ വന്നത്. അതായത് കുറച്ച് വർഷങ്ങളായിട്ട് ഞാനൊരു 4-5 വർഷമായി ഇവിടെ ചൊവ്വന്നൂര് താമസിക്കുന്നു. എൻ്റെ സ്വന്തം വീട് ചിറ്റന്നൂരാണ്. പിന്നെ ഞാനിവിടെ ഇപ്പൊ താമസിക്കുന്നത് ഞാനും അമ്മയും കൂടിയിട്ടാണ്. അമ്മയും ഞങ്ങളൊക്കെ വന്ന് താമസിക്കും. മിക്കപ്പോഴും തനിച്ച് തന്നെയായിരിക്കാം. അന്നേരങ്ങളിൽ ഈ വീടിന്റെ ഓപ്പോസിറ്റ് ഉള്ള ആൾക്കാർ ഭയങ്കര ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. ആദ്യം കല്ലേറ് കാര്യങ്ങള് അങ്ങനത്തെയൊക്കെ ആയിരുന്നു. വീട്ടില് കുറെ വേസ്റ്റുകൾ കൊടുന്നിടുക, അങ്ങനെയായിട്ട് ക്യാമറ വെച്ചു. അതിനുശേഷം പിന്നെ പോലീസും കേസും കാര്യങ്ങളൊക്കെ ആയി തുടങ്ങിയപ്പോ പിന്നെ അവർക്ക് അത് ചെയ്യാൻ പറ്റാണ്ടായപ്പോ ഇപ്പൊ അവർ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് വെച്ചാല് കെമിക്കല്. അതായത് ഞാനൊരു ഹെൽത്ത് ഇഷ്യൂസ് ഉള്ള ഒരാളാണ് ഓൾറെഡി. അപ്പോ ഒരു 2012 മുതൽ ഒരു ക്യാൻസർ പേഷ്യന്റ് ആണ്. അപ്പൊ അതിനുശേഷം പിന്നെ ഇപ്പോഴും ഫോളോ അപ്പ് ചെക്കപ്പ് ആണ്. അപ്പൊ അതുകൊണ്ട് നാട്ടിൽ വന്നു കഴിഞ്ഞാൽ എനിക്ക് എന്റെ വീട്ടിൽ നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. എല്ലാ സമയത്തും ഒരേപോലെയല്ല. നമ്മള് ഹെൽത്ത് പല വിധത്തിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ശ്വാസ തടസ്സങ്ങള്. ഇപ്പൊ ഒരു ആഴ്ചയുടെ യൂണിറ്റ് ഹോസ്പിറ്റലായിരുന്നു. ചെസ്റ്റ് ഇൻഫെക്ഷൻ, ത്രോട്ട് ഇൻഫെക്ഷൻ ഒക്കെ ആയിട്ട്. അപ്പോ അത് ഈ കെമിക്കല് രാത്രി പകലൊക്കെ ഇവര് എന്തോ അവരുടെ വീടിന്റെ സൈഡിൽ നിന്ന്, വീടിന്റെ ഓപ്പോസിറ്റ് ഭാഗത്ത് നിന്ന് ഭയങ്കര കെമിക്കല്, അതായത് ശ്വാസം മുട്ടിക്കുന്ന തരത്തിലുള്ള കെമിക്കലുകളും മണങ്ങളും ഗന്ധങ്ങളൊക്കെ വന്നിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് നമുക്ക് ഓരോ അസുഖങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതിനെ തുടർന്ന് ഞാൻ പോലീസ് കേസ് കൊടുത്തു. ഹെൽത്ത് ഇൻസ്പെക്ടർ, പഞ്ചായത്ത്, വേണ്ട രീതിയിലുള്ള നിയമത്തിന്റെ മുന്നിലൊക്കെ ഞാൻ പോയിട്ടുണ്ട് 2021 മുതല്. അപ്പൊ അതിനെ തുടർന്നുള്ള നടപടികളൊന്നും എനിക്ക് ഉണ്ടായിട്ടില്ല. ഇപ്പോഴും അവരത് നിർത്തുന്നില്ല, അത് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ ഇനി വേറെ എനിക്കിനി എന്താ ചെയ്യേണ്ടത് എന്ന് എനിക്കറിയില്ല. ഇവര് ഒരു തരത്തിലും അവിടെ ജീവിക്കാൻ നമ്മളൊക്കെ സമ്മതിക്കുന്നില്ല. നമ്മളെന്നെ അവിടുന്ന് ഓടിപ്പിക്കാൻ നോക്കുക എന്നുള്ളതാണ് ഇവരുടെ ഇഷ്ടം. അത് വന്നപ്പോ തന്നെ ഞാൻ താമസാക്കിയ സമയത്ത് തന്നെ അവർ പറഞ്ഞിരുന്നു, നിന്നെ ഇവിടുന്ന് കെട്ടിക്ക് ഓടിപ്പിക്കും അങ്ങനെയൊക്കെ. എന്താ കാരണം എനിക്കറിയില്ല. ഞാനും മുൻവൈരാഗ്യം എന്ന് പറയുന്ന ഏറ്റില്ല. ഇവിടെ വന്നിട്ടുള്ള അവരെന്നെ അറിയുള്ളൂ. വന്നപ്പോ മുതലേ ശല്യങ്ങളാണ്. ഇപ്പൊ തീരെ നിവൃത്തി ഇല്ലാതെ ഇപ്പൊ രാത്രിയാകുമ്പോ ഞാൻ എന്റെ വീട് വിട്ടു പോകേണ്ട ഒരു അവസ്ഥയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. എന്നും പകല് വീട്ടില് വരും, ഭക്ഷണം ഉണ്ടാക്കുക, കഴിക്കുക, വൈകുന്നേരം ആകുമ്പോ വീട് വിട്ട് പോവുക, ഗുരുവായൂര് പോയി നിൽക്കുക, അല്ലെങ്കിൽ എന്റെ വീട്ടിൽ പോയി നിൽക്കുക, അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. എനിക്കത് ഞങ്ങള് ഡിസ്പോസ് ചെയ്യാനും പറ്റുന്നില്ല. ഇവര് തന്നെ മുടക്കുകയാണ്. ബ്രോക്കർമാര് വരുമ്പോ അവിടെ അത് വിൽക്കാനും പറ്റുന്നില്ല, നിൽക്കാനും പറ്റുന്നില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ഇവര്. കൊട്ടാരപ്പാട്ട പ്രേമനും ഭാര്യ സബിത, അവരുടെ മകള്, ഇവര് 3 പേരാണ് എന്നെ ശല്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്, അയൽവാസികളായിട്ടുള്ളത്. പല രീതികളിൽ ഞങ്ങള് പല സ്ഥലത്തും പരാതി കൊടുത്തിട്ടും കമ്മീഷണർക്കും, വനിതാ കമ്മീഷനും, SP-ക്കും, എല്ലാവർക്കും, പോലീസ് സ്റ്റേഷനിലും എല്ലാവർക്കും പരാതി കൊടുത്തിട്ടും ഇപ്പോ കഴിഞ്ഞ ദിവസം കൂടെ ഹെൽത്ത് ഇൻസ്പെക്ടർക്ക് ഞാനൊരു പരാതി കൊടുത്തിരുന്നു. ഇത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്, നിർത്തിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പൊ സാറ് വന്നപ്പോ നോക്കുമ്പോ തെളിവ് കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇത് ആണ് അവർ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർക്ക് നിയമത്തിന്റെ മുന്നിൽ നിന്ന് ഉദ്യോഗസ്ഥന്മാർ വന്ന് നോക്കുന്നുണ്ട് ഞാൻ പരാതി പറയുമ്പോ. പക്ഷെ
പോലീസിന്റെ ഭാഗത്തു നിന്നും എല്ലായിടത്തും ആദ്യമൊക്കെ വന്നിരുന്നു. ഇപ്പൊ പോലീസിന്റെ ഭാഗത്തു നിന്നും എനിക്ക് മേൽനടപടികളൊന്നും ഉണ്ടാവണില്ല. കാരണം തെളിവില്ല. പിന്നെ ഇത് കൃത്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരെ എനിക്ക് മാനസിക രോഗമാണ്, എനിക്ക് സംശയ രോഗമാണ്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള ആക്ഷേപങ്ങളും എന്താ പറയാ ഒരുപാട് ജീവിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു പേരുണ്ടാക്കിക്കൊണ്ടിരിക്കുക. അതെല്ലാം ഞാൻ സഹിക്കാൻ തയ്യാറാണ്. ഈവൻ കല്ലേറ് വരെ ഞാൻ കൊള്ളാൻ തയ്യാറാണ്. പക്ഷെ എനിക്ക് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാക്കുന്ന രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ എനിക്ക് താങ്ങാൻ പറ്റുന്നതിൽ അപ്പുറം. കുന്നംകുളം ഉപജില്ലാ ശാസ്ത്ര ഗണിതശാസ്ത്ര IT പ്രവർത്തന പരിചയമേള സെപ്റ്റംബർ 22-23 തീയതികളായി പഴഞ്ഞിയിൽ നടക്കും. മേളയുടെ സുഗമമായ നടത്തിപ്പിനായി വിപുലമായ സംഘാടക സമിതി രൂപീകരിച്ചു. പഴഞ്ഞി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കാട്ടാക്കാമ്പൽ പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബിന്ദു മനോഹരന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം പഞ്ചായത്ത് പ്രസിഡന്റ് ES രേഷ്മ ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. ഉപജില്ലയിലെ വിദ്യാലയങ്ങളിൽ നിന്ന് 4500-ലധികം വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്ന മേള പഴഞ്ഞി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ, മാർത്തോമ സ്കൂൾ, ബസേലിയോസ് സ്കൂൾ എന്നിവിടങ്ങളിലായാണ് നടക്കുന്നത്. മേളയുടെ രക്ഷാധികാരികളായി MP K രാധാകൃഷ്ണൻ, MLA AC മൊയ്തീൻ, ജില്ലാ പഞ്ചായത്ത് അംഗം പത്മം വേണുഗോപാൽ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ് എന്നിവരെയും പഞ്ചായത്ത് പ്രസിഡന്റ് ES രേഷ്മ ചെയർമാനായും 101 അംഗ സംഘാടക സമിതി രൂപീകരിച്ചു. ഇതിൽ നിന്നും വിവിധ സബ് കമ്മിറ്റികളെ തിരഞ്ഞെടുത്തു. രൂപീകരണ യോഗത്തിൽ മൊയ്തീൻ, പ്രിൻസിപ്പൽമാരായ വെങ്കിട്ടമൂർത്തി, ജനീർലാൽ, ഹെഡ്മിസ്ട്രസ് മേഴ്സി മാത്യു, വാർഡ് മെമ്പർ KT ഷജൻ മാസ്റ്റർ, PTA സാബു ഐനൂർ എന്നിവർ സംസാരിച്ചു. യോഗത്തിൽ വിവിധ ക്ലബ് പ്രതിനിധികൾ, സാമൂഹിക സാംസ്കാരിക പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശ്വാസം നഷ്ടപ്പെട്ടുവെന്നും ജുഡീഷ്യറിയുടെ മേൽനോട്ടത്തിൽ തെരഞ്ഞെടുപ്പുകൾ നടത്തണമെന്നും KPCC രാഷ്ട്രീയ കാര്യസമിതി അംഗം TN പ്രതാപൻ. വോട്ട് കൊള്ളയ്ക്കെതിരെ രാഹുൽ ഗാന്ധി നടത്തുന്ന പോരാട്ടങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിച്ച് കോൺഗ്രസ് പാവറട്ടി ബ്ലോക്ക് കമ്മിറ്റി സംഘടിപ്പിച്ച ഫ്രീഡം ലൈറ്റ് നൈറ്റ് മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഭരണഘടനാ സ്ഥാപനമായ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ BJPയുടെ A ടീമായി മാറി. കമ്മീഷനുള്ള വിശ്വാസം ജനങ്ങൾക്ക് നഷ്ടപ്പെട്ടു. ജുഡീഷ്യറിയുടെ മേൽനോട്ടത്തിലായിരിക്കണം രാജ്യത്തെ തെരഞ്ഞെടുപ്പുകൾ നടത്തേണ്ടത്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വോട്ടർ പട്ടിക അട്ടിമറിച്ച് വ്യാജ വോട്ടർമാരെ ചേർത്തതിന്റെ കേരള മാതൃകയാണ് തൃശൂരിൽ നടന്നതെന്നും പ്രതാപൻ വ്യക്തമാക്കി. പാവറട്ടി സംസ്കൃത കോളേജ് പരിസരത്തു നിന്നും 100 കണക്കിന് പ്രവർത്തകരുമായി ആരംഭിച്ച നൈറ്റ് മാർച്ച് പൂവത്തോർ സെന്റർ ചുറ്റി ബസ് സ്റ്റാൻഡിൽ സമാപിച്ചു. തുടർന്ന് നടന്ന പൊതുയോഗത്തിൽ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് CJ സ്റ്റാൻലി അധ്യക്ഷനായി. AICC അംഗം അനിൽ അക്കര ഭരണഘടന പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. DCC ഭാരവാഹികളായ PK രാജൻ, KK ബാബു, KB ജയറാം, സിജു പാവറട്ടി, AT സ്റ്റീഫൻ, മഹിളാ കോൺഗ്രസ് നേതാക്കളായ റൂബി ഫ്രാൻസിസ്, മീര ജോസ്, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമാരായ BV ജോയ്, ഷാജു തരകൻ, RM ബഷീർ, പ്രസാദ് വാഗ എന്നിവർ സംസാരിച്ചു. സമാപന സമ്മേളനം KPCC സെക്രട്ടറി CC ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് നേതാക്കളായ OJ ഷാജൻ, മഹേഷ് കാർത്തികേയൻ, അപ്പു ആളൂർ, ആൻഡോ ലിജോ, NA നൌഷാദ്, ജെയ്സൺ ചാക്കോ, PV നിവാസ്, ആൻഡോ പോൾ എന്നിവർ സംസാരിച്ചു. നൈറ്റ് മാർച്ചിന്റെ ഭാഗമായി തിരഞ്ഞെടുപ്പ് കമ്മീഷണറെ ചങ്ങലക്കിട്ട് പ്രധാനമന്ത്രി നടത്തിക്കൊണ്ടുപോകുന്ന പ്രതീകാത്മകമായ ദൃശ്യാവിഷ്കാരത്തിന് ഇഗ്നേഷ്യസ് തട്ടിലും മജീദ് വലിയകത്തും നേതൃത്വം നൽകി. നിങ്ങളുടെ സ്വപ്നങ്ങൾക്കനുസരിച്ച് വീട് ഫേർണിഷ് ചെയ്യാനാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ എക്സ്പെക്ടേഷൻസിനും അപ്പുറം ഒരുപാട് ഫേർണിച്ചേഴ്സ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുകയാണ് കാസിയോ ഹോം ഡെക്കോർ. ഊഞ്ഞാലുകൾ, പ്രീമിയം ആൻഡ് നോർമൽ സോഫ സെറ്റുകൾ, വെറൈറ്റി കളക്ഷൻ ഓഫ് വുഡൻ ബെഞ്ച് ആൻഡ് വുഡൻ ചെയർസ്, ചാരു കസേര, ബഡ്ജറ്റ് ഫ്രണ്ട്ലി കട്ടിലുകളും അതിനിണങ്ങിയ നോർമൽ ആൻഡ് സ്പ്രിംഗ് ബെഡുകളും, കൂടാതെ ടീപ്പോയ്, അൽമാര, ഡ്രസ്സിംഗ് ടേബിൾ, ദിവാൻ കുട്ട്, പിന്നെ ഡൈനിങ് ടേബിളിന്റെയും അതിനോടൊപ്പമുള്ള ചെയറിന്റെയും ഒരു വലിയ കളക്ഷൻ തന്നെയാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. കാസിയോ ഹോം ഡെക്കോർ, കാലിക്കറ്റ്, ആറേമ്പാടം, കുന്നംകുളം. ഈരാറ്റുപേട്ട അയ്യപ്പന് പിന്നാലെ കോട്ടയത്തിന്റെ ഗജസമ്പത്തിൽ നിന്നും മറ്റൊരു ഗജവീരൻ കൂടി നഷ്ടമായിരിക്കുന്നു. അക്ഷരനഗരിയുടെ ഇരട്ടച്ചങ്കൻ എന്ന വിശേഷണവുമായി പൂരപ്പറമ്പുകളിലെ സജീവ സാന്നിധ്യമായിരുന്ന കോട്ടയം കിരൺ നാരായണൻകുട്ടിയാണ് ഓർമ്മയായിരിക്കുന്നത്. ഒരു കാലത്ത് വീറും വാശിയും കൈമുതലായിരുന്ന് ആനക്കരുത്തിന്റെ കൺകണ്ട രൂപമായി കണ്ടിരുന്ന ആനക്കേമൻ ഇന്ന് 65 വയസ്സിന് മേൽ പ്രായം കണക്കാക്കാം നാരായണൻകുട്ടി ആനയ്ക്ക്. പ്രായമേറുമ്പോൾ അസുഖങ്ങൾ പിടിപെടാൻ അധിക സമയമൊന്നും വേണ്ട. കുറച്ച് ദിവസങ്ങളായി ചില ശാരീരിക ബുദ്ധിമുട്ടുകൾ ആനയെ അലട്ടിയിരുന്നു. ഓഗസ്റ്റ് 22 പുലർച്ചെയായിരുന്നു ആന ചെരിഞ്ഞത്. ഏരിയ കമ്മിറ്റി പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു.
സ്ത്രീ പീഡകൻ കോൺഗ്രസ് നേതാവ് രാഹുൽ മാങ്കൂട്ടം MLA സ്ഥാനം രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ കുന്നംകുളം ഏരിയ കമ്മിറ്റി നഗരത്തിൽ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു. TK കൃഷ്ണൻ സ്മാരക മന്ദിരത്തിൽ നിന്ന് ആരംഭിച്ച പ്രതിഷേധ പ്രകടനം നഗരം ചുറ്റി പഴയ ബസ് സ്റ്റാൻഡിന് സമീപത്തെ ടാക്സി സ്റ്റാൻഡിലെത്തി സമാപിച്ചു. തുടർന്ന് നടന്ന പൊതുയോഗം ജില്ലാ കമ്മിറ്റി അംഗം സീതാ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഏരിയ പ്രസിഡന്റ് പുഷ്പ ജോൺ അധ്യക്ഷയായി. ഏരിയ സെക്രട്ടറി പത്മം വേണുഗോപാൽ, നേതാക്കളായ രേഖ സുനിൽ, ആൻസി വില്യംസ്, പ്രിയ സുജീഷ് തുടങ്ങിയവർ സംസാരിച്ചു. ലൈംഗിക പീഡന ആരോപണം നേരിടുന്ന യൂത്ത് കോൺഗ്രസ് നേതാവ് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് DYFI കുന്നംകുളം ഈസ്റ്റ് വെസ്റ്റ് ബ്ലോക്ക് കമ്മിറ്റികൾ സംയുക്തമായി പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു. TK കൃഷ്ണൻ സ്മാരക മന്ദിരത്തിൽ നിന്ന് ആരംഭിച്ച പ്രകടനം പഴയ ബസ് സ്റ്റാൻഡിൽ സമാപിച്ചു. തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം ഈസ്റ്റ് ബ്ലോക്ക് സെക്രട്ടറി KS സൈഫുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. വെസ്റ്റ് ബ്ലോക്ക് സെക്രട്ടറി ഷിനോസ് കരിക്കാട് അധ്യക്ഷനായി. ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ NS ജിഷ്ണു, അഖില മുകേഷ്, വെസ്റ്റ് ബ്ലോക്ക് പ്രസിഡന്റ് PA യദുകൃഷ്ണ, ഈസ്റ്റ് ബ്ലോക്ക് ട്രഷറർ അഖിൽ കാണിപ്പയ്യൂർ, ജിജിൽ പൈനിത്തടം, ഹസൻ കല്ലുപുറം, KR രജീഷ്, ഗോപകുമാർ, നിതിൻ വിജയൻ എന്നിവർ സംസാരിച്ചു.